ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പൊക്കെ വന്നിട്ടുണ്ട്. എന്താവും അവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ളത് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. ഏറെക്കുറെ സംഭവ വികാസങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഈ മോർണിംഗിൻ്റെ ആ ഒരു പാട്ടോട് കൂടിയിട്ടുള്ള സമയത്താണ് അവർ ഡാൻസ് കളിക്കുന്ന സമയത്താണ് വന്നത്. അതിനുശേഷം ഉണ്ടായെന്നുള്ളതാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ജാസ്മിനെ കണ്ടതും അവർ പരസ്പരം ജാസ്മിന് ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഉന്മേഷവും കാര്യങ്ങളൊന്നുമില്ല, വലിയൊരു സന്തോഷത്തിനൊന്നും അല്ല. കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ, പുറത്തത്തെ കാര്യങ്ങളൊന്നും പറയാനും പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണല്ലോ ബിഗ് ബോസിൻ്റെ റൂള്. പക്ഷേ ആ റൂളൊക്കെ തെറ്റിപ്പോയി. ബിഗ് ബോസിൽ ഉള്ളിലേക്ക് കയറിയതോട് കൂടിയിട്ട് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പാക്ക് കയ്യിൽ നിന്ന് പോയി. കാരണം ജാസ്മിന് ഇവരെ കണ്ടപ്പോൾ ആകെ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് കൂട്ടി കെട്ടിപ്പിടിക്കലും പിന്നെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി ഗബ്രിയുടെ ഫോട്ടോയ്ക്ക് ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ ഏറ്റവും വലിയ ആവശ്യം. അതെടുത്തിട്ട് ജാസ്മിൻ്റെ വാപ്പ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ബിഗ് ബോസിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും, അപ്സരയും ഈ അടുത്തൊരു മിഞ്ഞാന്നൊക്കെ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, അടിച്ച കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിനെ ചോദ്യം ചെയ്തു. സോഷ്യൽ മീഡിയ നടക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിഗ് ബോസ് നേരെ വിളിച്ചും ചെയ്തു. അതായത് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് നല്ല രീതിയിൽ വാപ്പാക്ക് ഒരു ഉപദേശം കൊടുത്തു. അതായത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. വാപ്പ നല്ല രീതിയിൽ എന്താ പറയുക, മെൻ്റലി ആകെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ആൾക്ക് ചടച്ചിട്ടുണ്ടല്ലോ മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഓരോന്ന് ചോദിക്കുന്നത്. പിന്നെ മാലയ്ക്കൊരു തീരുമാനം ഉണ്ടാക്കി, ഗബ്രീൻ്റെ ഫോട്ടോയ്ക്ക് തീരുമാനം ഉണ്ടാക്കിയതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് അതാ. പക്ഷേ ജാസ്മിൻ എന്താ ചെയ്തെച്ചാൽ അങ്ങനെ അവരെ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ് അവരെ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യാതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് കളിക്കണം, ഒറ്റയ്ക്ക് കളിച്ച് നീ വിജയിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വയസ്സിന് മൂത്ത ആളുകളെ പേരെടുത്ത് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ തന്നെ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ആർട്ടിഫിഷ്യലാണ്, നിങ്ങളൊന്നും ഇങ്ങനെയല്ല, എന്നോട് ഇങ്ങനെ പെരുമാറൽ ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ജാസ്മിനെ നിങ്ങളോട് പെരുമാറുക? നിങ്ങൾ അത്രത്തോളം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല ആക്കി എടുത്തത്. ആ വാപ്പാക്കും ഉമ്മാക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യ. സോഷ്യൽ മീഡിയയിൽ ഈ വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്കത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം നെഗറ്റീവാണല്ലോ പുറത്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും ജാസ്മിൻ ഇതൊക്കെ കേട്ടിട്ടൊന്ന് മാറിയാൽ നന്ന്. കൂടുതൽ വിവരങ്ങൾ